ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അനാമികയുടെയും അനിയുടെയും വിവാഹത്തിൻ്റെ പ്രൊമോ ആണ് ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ വിവാഹം നടക്കും കേട്ടോ. വിവാഹ സമയത്ത് നമ്മുടെ നന്ദുവിനെ എങ്ങനെയൊക്കെ നാണം കെടുത്താവോ ആ രീതിയിലൊക്കെ നാണം കെടുത്തുന്നുണ്ട് അനാമികയൊക്കെ. കാരണം നന്ദു വെള്ളം അടിച്ചിട്ട് നമ്മുടെ അനിയനെ ഇഷ്ടമാണെന്നൊക്കെ വിളിച്ചു പറയുന്ന ഭാഗങ്ങളൊക്കെ വലിയ സ്ക്രീനിൽ കല്യാണത്തിന് സമയത്ത് കാണിക്കും കേട്ടോ. നന്ദുക്ക് അത് വല്ലാത്ത ഇൻസൾട്ടോ. പിന്നെ നന്ദു അനിയനെ കാണാൻ വേണ്ടി ശ്രമിക്കത്തൊന്നുമില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ അനാമികയുടെ സ്വഭാവം അങ്ങോട്ട് മാറുവാട്ടോ. വിചാരിച്ച പോലെ പണവും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അടിച്ചു മാറ്റാവുന്ന പരമാവധി അനാമിക അടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷെ എന്നിട്ടും വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. മാത്രമല്ല അനിക്ക് എന്തൊക്കെ ഒരു താല്പര്യക്കുറവ് തന്നോടുണ്ടെന്ന് അനാമികക്ക് മനസ്സിലാവണം. പക്ഷെ അനി ആത്മാർത്ഥമായിട്ട് തന്നെയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് അനാമികനെ സ്നേഹിക്കുന്നത്. കാരണം തൻ്റെ ഭാര്യയാണല്ലോ. ആ ഒരു വിചാരം ഉള്ളിൻ്റെ ഉള്ളിൽ അനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അനി അനാമികനെ സ്നേഹിക്കുന്നത്. പക്ഷെ അനാമിക ആയിക്കോട്ടെ വേറെ ഒരു പയ്യൻ, അതായത് അനാമിക ഒരാളായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ, വേറെ പയ്യന്മാരെ അന്വേഷിച്ചു പോവാണ്. അങ്ങനെ നമ്മുടെ വേറൊരു കുറച്ചുകൂടി സ്റ്റൈലും കുറച്ചുകൂടി പണമുള്ളൊരു പയ്യനെ കാണുമ്പോഴേക്കും അനാമിക അങ്ങോട്ടേക്ക് ചായുവാണ്. അയാളായിട്ടൊരു രഹസ്യബന്ധം തുടരുവാണ്. അവസാനം ഒരു ദിവസം അനാമിക അങ്ങോട്ട് ഇറങ്ങി പോകാൻ വേണ്ടി തീരുമാനിക്കാട്ടോ. അനിയുടെ താലിയും വലിച്ചെറിഞ്ഞിട്ട് അയാളുടെ കൂടെ ഇറങ്ങി പോകാൻ തന്നെ അനാമിക തീരുമാനിക്കുകയാണ്. അതിനു മുമ്പ് എന്തൊക്കെ ആ കുടുംബത്തിൽ ചെയ്യാമോ, നായനെ എങ്ങനെയൊക്കെ നാണം കെടുത്താവോ ആ രീതിയിലൊക്കെ നാണം കെടുത്തുന്നുണ്ട്. പക്ഷെ നവ്യ എടുത്ത് കളിയൊന്നും നടക്കില്ല കേട്ടോ. നവ്യ എടുത്ത് എന്തെങ്കിലും പറഞ്ഞ രണ്ട് വർത്തനം അങ്ങോട്ടേക്ക് പറയും. ആകെ ചവിട്ടി താഴ്ത്താൻ പറ്റുന്നത് നയനിനെ മാത്രമാണ്. ആ അവസരം എല്ലാം തന്നെ അനാമിക മുതലെടുക്കുന്നുണ്ട്. അങ്ങനെയല്ല കൂടി അനാമികക്ക് മതിയായി. അനാമികയുടെ മനസ്സിൽ വിചാരിക്കും, ഇവിടെ എങ്ങനെയാണോ ആ നവ്യ നയനയൊക്കെ താമസിക്കുന്നത്, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേ പറ്റുന്നുണ്ട്. താലിയും വലിച്ചെറിഞ്ഞ് അനാമിക അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. അതിനുശേഷമാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ അനിയുടെ നന്ദുവിൻ്റെ വിവാഹം. അതൊക്കെ ആവാണ്ട് ഇനി ഒത്തിരി സമയം കേട്ടോ. ഇപ്പം തമിഴ് നടക്കുന്ന എന്ത് ഭാഗമാണ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം തമിഴ് നടക്കുന്ന നമ്മുടെ ആദർശിൻ്റെ ഒരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം DNA ടെസ്റ്റിന് വേണ്ടി എല്ലാവരും വിളിക്കുമായിരുന്ന അച്ചാച്ചൻ, അതായത് മുത്തശ്ശൻ എല്ലാവരും വിളിക്കുവാണ്. അപ്പോൾ ആദ്യം DNA ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ആദർശ് എല്ലാവരും വിളിച്ചു പറയാണ്, ആരും DNA ടെസ്റ്റ് ചെയ്യണ്ട, കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ് എന്ന് വിളിച്ചു പറയണം. ആ ഒരു സമയം നമ്മുടെ നയനയും ആദർശും നമ്മുടെ ബന്ധം രണ്ടാവുന്ന ഒരു പ്രൊമോ ആണ് ഇപ്പോൾ തമിഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ പത്തരമാറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പത്തരമാറ്റിൻ്റെ അപ്കമിങ് പ്രൊമോ റിവ്യൂ ഒക്കെ ഇടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. Bye bye.